കള്ളക്കടത്ത് നടൻ ദുൽഖർ സൽമാൻ വലയിൽ. ഭൂട്ടാനിൽ നിന്നും ആഡംബര വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ച് വിതരണം ചെയ്യുന്ന വലിയൊരു റാക്കറ്റിന് പിന്നാലെയാണ് ഏതാണ്ട് 10 മാസത്തോളമായി നമ്മുടെ കസ്റ്റംസ്. ഈ ഓപ്പറേഷന് കസ്റ്റംസ് ഇട്ടിരിക്കുന്ന പേര് ഓപ്പറേഷൻ നുംകൂർ എന്നാണ്. ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി കേരളത്തിലേക്കും കസ്റ്റംസിന്റെ അന്വേഷണം നീളുന്നു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടൻ ദുൽഖർ സൽമാനെ കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗം കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. എന്താണ് ദുൽഖർ സൽമാന് ഈ ഒരു ഇടപാടിൽ പങ്ക്? ദുൽഖർ സൽമാന്റെ 4 വാഹനങ്ങൾ കസ്റ്റംസ് നേരത്തെ പിടികൂടിയിരുന്നു ഈ ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി. അതായത് ഭൂട്ടാനിൽ പട്ടാളക്കാരും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ഉപയോഗിച്ച് കഴിഞ്ഞ ആഡംബര വാഹനങ്ങൾ അസം വഴിയും നേപ്പാളിന്റെ അതിർത്തി വഴിയും ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് നികുതി കുറച്ച് വിൽക്കുക എന്നുള്ളതാണ് ഈ ഒരു റാക്കറ്റിന്റെ പ്രത്യേകത. അങ്ങനെ ദുൽഖർ സൽമാന്റെ പക്കൽ 8 കാറുകൾ എത്തിയെന്നാണ് കസ്റ്റംസിന്റെ പ്രാഥമിക നിഗമനം. ഇതിൽ 4 കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുത്തു. ബാക്കി 4 കാറുകളെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് കസ്റ്റംസിന് അറിയേണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ദുൽഖർ സൽമാനെ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതും 8 മണിക്കൂറോളം ചോദ്യം ചെയ്തതും. ഈ ചോദ്യം ചെയ്യലിൽ ദുൽഖർ സൽമാൻ പറഞ്ഞൊരു കാര്യം, ഇത് നികുതി വെട്ടിച്ചു കൊണ്ടുവരുന്ന ഒരു ഇടപാടാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മാത്രമല്ല, ഈ വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട മുഴുവൻ ട്രാൻസാക്ഷനും അത് ബാങ്ക് വഴി തന്നെയാണ്. ഒരു തരത്തിലും ഇതിൽ കള്ളപ്പണ ഇടപാടുകളില്ല. അതുകൊണ്ട് തൻ്റെ എല്ലാ ബാങ്ക് ഇടപാടുകളും പരിശോധിച്ചാൽ ഇതിൽ യാതൊരു തരത്തിലെ അവ്യക്തതയും ഉണ്ടാവില്ല എന്ന നിലപാടാണ് ദുൽഖർ സൽമാൻ കസ്റ്റംസിന്റെ മുന്നിൽ സ്വീകരിച്ചത്. എന്നാൽ കസ്റ്റംസ് ഇത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. കാരണം ദുൽഖർ സൽമാന്റെ നേരത്തെ പിടിച്ച 4 കാറിന് പുറമെ ദുൽഖർ സൽമാന്റെ RC ഓണറായിട്ടുള്ള 4 കാറുകൾ കൂടി ഉണ്ട് എന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. അത്തരമൊരു നിഗമനത്തിലേക്കാണ് കസ്റ്റംസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ വാഹനങ്ങൾ എവിടെയാണ് എന്നുള്ളതാണ് കസ്റ്റംസിന് പ്രധാനമായും അറിയേണ്ടത്. അതിൽ വ്യക്തത വരുത്താൻ ദുൽഖർ സൽമാന് ആയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ഈ വാഹനങ്ങൾ ചെന്നൈയിലടക്കമുണ്ട് എന്നാണ് കസ്റ്റംസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായിട്ടുള്ള ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള ഓപ്പറേഷൻ നുംകൂറിൽ ദുൽഖർ സൽമാൻ അക്ഷരാർത്ഥത്തിൽ വലയിലായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യൽ കൊണ്ട് നിർത്തുന്നില്ല, തുടർന്നും വിളിച്ചു വരുത്തും ദുൽഖർ സൽമാനെ. ഈ 4 കാറുകൾ എവിടെയാണ് ഈ 4 കാറുകൾ ഒളിപ്പിച്ചിരിക്കുന്നതെങ്കിൽ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്, അതിന്റെ RC രേഖകളടക്കം കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. ആ RC രേഖകൾ വെച്ചുകൊണ്ട് ദുൽഖർ സൽമാനോട് അടുത്ത ദിവസം ഇതിന്റെ വിശദാംശങ്ങൾ പറയാൻ ആവശ്യപ്പെടുമ്പോൾ ദുൽഖർ സൽമാൻ എന്ത് വിശദീകരണം നൽകും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആകെ 1000-ലധികം കാറുകളാണ് രാജ്യവ്യാപകമായി ഇതുവരെ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ആഡംബര വാഹനങ്ങളാണ് ഈ 1000 കാറുകളും. 1000 കാറുകളും ആഡംബര വാഹനങ്ങളാണ്, നികുതി വെട്ടിച്ചു കൊണ്ടുവന്ന വാഹനങ്ങളാണ്. 50 വാഹനങ്ങൾ കേരളത്തിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തു. 200 വാഹനങ്ങൾ കേരളത്തിലുണ്ട് എന്നാണ് കസ്റ്റംസ് കരുതുന്നത്. ഈ നെറ്റ്വർക്കിന്റെ ഭാഗമായി 200 ആഡംബര വാഹനങ്ങൾ ഇവർ കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ട്. അതിലെ 50 എണ്ണം പിടിച്ചെടുത്തു. അതിലെ 4 എണ്ണമാണ് ദുൽഖർ സൽമാന്റെ കയ്യിലുള്ളത്. ആ 8 വാഹനങ്ങളിലെ 4 എണ്ണമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുന്നത്. ബാക്കി 4 വാഹനങ്ങളെ കുറിച്ചുള്ള വ്യക്തത വരുത്താനാണ് ദുൽഖർ സൽമാനെ കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തിയത്. പക്ഷേ ദുൽഖർ സൽമാന്റെ മറുപടിയിൽ കസ്റ്റംസ് തൃപ്തരല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും ദുൽഖർ സൽമാനെ സമൻസ് അയച്ച് കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗം ഈ ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ ദുൽഖർ സൽമാൻ നിൽക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ദുൽഖർ സൽമാൻ കസ്റ്റംസിന്റെ വലയിൽ തന്നെയാണ്. കാരണം ഈ ഒരു കസ്റ്റംസിന്റെ ചോദ്യങ്ങൾക്ക്, ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തമായി മറുപടി നൽകാതെ ദുൽഖർ സൽമാനെ വിടുന്ന പ്രശ്നമില്ല എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് കസ്റ്റംസ് ഇപ്പോൾ. ഇനിയും ഏതാണ്ട് 7-ലധികം പേരെ രാജ്യവ്യാപകമായി ഉള്ള ഈ ശൃംഖലയിൽ 7ഓളം പേരെ കസ്റ്റംസ് ഇതുവരെ അറസ്റ്റ് ചെയ്തു. അതിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ബംഗാൾ സ്വദേശി വിശ്വദീപ് ദാസ് ആണ്. മറ്റൊരാൾ കോഴിക്കോട് സ്വദേശിയാണ്. അയാളുടെ പേര് സെയിൻ മാർവ എന്നാണ്. മറ്റൊരു ഇടനിലക്കാരന്റെ പേര്, അയാളും മലയാളിയാണ്, പേര് യാഷ് എന്നാണ്. പിന്നീട് ആസമിലെ ട്രാൻസ്പോർട്ട് ഓഫീസറായിട്ടുള്ള ദീപക് പട്ടോവരിയാണ് മറ്റൊരാൾ. ഇനി മറ്റുള്ളവരും ആസം സ്വദേശികളാണ്.
അയൂബ് അലി, മുഹമ്മദ് മുസ്തഫ അഹമ്മദ്, ജമാൽ മണ്ഡൽ, ഇത്രയും പേരാണ് ഓപ്പറേഷൻ ദുംകൂറിന്റെ ഭാഗമായി ഇപ്പോൾ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വലിയ ശൃംഖലയെ തകർക്കുക എന്നതാണ് കസ്റ്റംസിന്റെ ലക്ഷ്യം. ഇപ്പോൾ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് ഈ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന 15,849 വാഹനങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരേ ചേസിസ് നമ്പർ ഉള്ള വാഹനങ്ങളാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടേക്കും വ്യാപകമായി വലവിരിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ രാജ്യവ്യാപകമായി കസ്റ്റംസ് വലവിരിച്ചിരിക്കുന്ന ഈ ഒരു വലിയ കെണിയിൽ ദുൽഖർ സൽമാൻ അകപ്പെട്ടിരിക്കുകയാണ്. ദുൽഖർ സൽമാന് തന്റെ പക്കലുള്ള 8 ആഡംബര വാഹനങ്ങളുടെ വ്യക്തമായിട്ടുള്ള കണക്കുകൾ, എങ്ങനെ വാങ്ങിച്ചു, ആരിൽ നിന്ന് വാങ്ങിച്ചു, എപ്പോൾ വാങ്ങിച്ചു, എങ്ങനെ വാങ്ങിക്കാനുള്ള സാഹചര്യം എന്താണ് തുടങ്ങിയിട്ടുള്ള എല്ലാ ചോദ്യത്തിനും വ്യക്തമായി തെളിവ് സഹിതം കസ്റ്റംസിന് മുന്നിൽ മറുപടി നൽകിയേ മതിയാവുകയുള്ളൂ. അങ്ങനെയുള്ളെങ്കിൽ മാത്രമേ ദുൽഖർ സൽമാന് ഈ ഒരു വലയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുള്ളൂ. പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് കണ്ടറിയണം. കാരണം കസ്റ്റംസ് പറയുന്നത് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ള 4 വാഹനങ്ങളും ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്നും ഇയാൾ കള്ളക്കടത്ത് കൊണ്ടുവന്ന വാഹനങ്ങളാണ്. മറ്റു 4 എണ്ണം ഇയാൾ അയൽ സംസ്ഥാനത്തേക്ക് കടത്തിയിട്ടുണ്ട് എന്നാണ് കസ്റ്റംസിന് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ തമിഴ്നാട്ടിലേക്കടക്കം, ചെന്നൈയിലേക്കടക്കം ഈ ഒരു ഓപ്പറേഷൻ ദുംകൂർ കസ്റ്റംസ് വ്യാപിപ്പിച്ചുകൊണ്ട് ഈ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടന്റെ വാഹനങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും കസ്റ്റംസിന്റെ അടുത്ത നടപടി. അങ്ങനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ദുൽഖർ സൽമാന് കൂടുതൽ കുരുക്കുകൾ മുറുകും. അതിനു മുൻപായി സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ ദുൽഖർ സൽമാന് രക്ഷപ്പെടാം. പക്ഷേ ഇവിടെ ഈ 4 വാഹനങ്ങൾ എവിടെ എന്നുള്ള ചോദ്യത്തിന് ദുൽഖർ സൽമാൻ നൽകുന്ന മറുപടി അവ്യക്തതയുള്ളത് എന്നുള്ളതാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ദുൽഖർ സൽമാൻ ഈ കാർ കള്ളക്കടത്തിൽ വലിയൊരു വലയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഓർക്കുക, അന്വേഷിക്കുന്നത് കസ്റ്റംസ് ആണ്. ഒരു വിധത്തിലും അങ്ങനെ അങ്ങ് സ്വാധീനം ചെലുത്തി കസ്റ്റംസിനെ വരുതിയിലാക്കാം എന്ന് കരുതുന്നെങ്കിൽ തെറ്റി. കാരണം കസ്റ്റംസ് കൃത്യമായിട്ടുള്ള അന്വേഷണ ഏജൻസിയാണ്. ഈ ഒരു വിഭാഗത്തിന് വേണ്ടി ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് ആഡംബരക്കാർ ഇന്ത്യയിലേക്ക് കടത്തിയ ആ റാക്കറ്റിന് വേണ്ടി മാത്രമാണ് കസ്റ്റംസിന്റെ ഓപ്പറേഷൻ ദുംകൂർ എന്ന് പറയുന്ന ഓപ്പറേഷൻ. അതിന്റെ വലയിലാണ് ഇപ്പോൾ നടൻ ദുൽഖർ സൽമാൻ പെട്ടിരിക്കുന്നത്. അയാൾ എങ്ങനെ ഊരി വരും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.